ഹായ് ഹലോ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 സെപ്റ്റംബർ PYQ ആണ്. ബേസിക്കലി ഞാനൊന്ന് വെറുതെ ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അതായത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്ന സമയത്ത് തന്നെ ഓക്കെ കുഴപ്പമില്ല, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ സെപ്റ്റംബർ 2020 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, കാണാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ബേസിക്കലി അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് തന്നെ ഏകദേശം ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 40 മിനിമം ഒരു 40 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. നമുക്ക് നോക്കാം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ അതായത് സെപ്റ്റംബർ 2020 PYQ തന്നെ നമ്മൾ ഏകദേശം 40 ക്വസ്റ്റ്യൻസോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ബേസിക്കലി ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാവുന്ന സമയത്ത് നെറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമാവുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് എക്സാം എളുപ്പമാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്തായിരിക്കും, എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം മൊത്തം എക്സാം എഴുതുന്ന ടോപ്പ് 6% റാങ്കിൽ വരുന്നവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നെറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായി കഴിഞ്ഞാൽ നെറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. ആ ഒരു 6% നമ്മൾ വരണം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും, കട്ട് ഓഫ് കൂടും എന്നുള്ളതാണ് ഉള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. റീസൺ ആൻഡ് അസേഷൻ അല്ല, അസേഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഗിവൺ ബിലോ ആർ ദ ടു സ്റ്റേറ്റ്മെന്റ്, വൺ ഈസ് ലേബിൾഡ് ആസ് അസേഷൻ എ ആൻഡ് ദി അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ ആർ അല്ലേ. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യനിൽ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. ഒന്ന് അസേഷൻ ആയിരിക്കും, ഒന്ന് അതിൻ്റെ റീസൺ ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്, റീസൺ ആയിട്ട് പറയുന്നത് എക്സാക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, അസേഷൻ്റെ റീസൺ ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. സോ അസേഷൻ എന്താണ് കൊടുത്തിട്ടുള്ളത്, ക്രോണിക് പോവേർട്ടി ഇൻ മെയിൻ പ്രോബ്ലം ഫേസ് ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, പോവേർട്ടി എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് എന്തില്ല, തർക്കമില്ല. സോ അസേഷൻ എന്താണ്, കറക്റ്റ് ആണ്. ദെൻ റീസൺ എന്താ പറയുന്നത്, ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഹാസ് കോസ്ഡ് ദ അണ്ടർ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. നമുക്ക് എന്തെങ്കിലും പറയാണ്ടോ എഗെയിൻസ്റ്റ് ആയിട്ട്, ഒന്നും പറയാല്ലേ അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് ആവുന്നതിന് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയൊരു വഹിച്ചിട്ടുണ്ട്, വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് നിന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ആക്ച്വലി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, അസേഷൻ്റെ റീസൺ ആണോ നമുക്ക് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, ഇന്ത്യ പുവർ ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം. ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമുക്കറിയാം ആ ഒരു സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഡ്രെയിൻ ഓഫ് വെൽത്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ദാദാഭായ് നവറോജിനെ നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് എന്ത് പറയുന്നത്, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളുടെ എല്ലാ റിസോഴ്സും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ചോർത്തി കൊണ്ടുപോവാണ് ചെയ്യുന്നത് അല്ലേ. ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ചോർത്തി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്തില്ല, നമുക്ക് യൂസ് ചെയ്യാനുള്ള നെസസിറ്റി ആയിട്ടുള്ള എന്തില്ല, ഗുഡ്സും സർവീസും ഒന്നും എന്തില്ല ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ നോക്കുകയാണെങ്കിൽ എന്താണ്, അഗ്രികൾച്ചർ മേഖലയിലുള്ള മൊത്തം റോ മെറ്റീരിയൽസിന് എന്ത് ചെയ്യണം, മാക്സിമം എത്രത്തോളം ചോർത്താൻ പറ്റുമോ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് കോളനി അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ചോർത്തി കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ സെക്ടേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അന്ന് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന പല പോളിസികളും എന്തായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള പോളിസീസ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷേ എന്ത് ചെയ്യുന്നത്, ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് ആവുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീൻ്റെ, ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആവുന്ന സമയത്ത് ആ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്ത് പറയുന്നത്, പോവേർട്ടി എന്ന് പറയുന്നത് അല്ലേ. ഈ പോവേർട്ടിൻ്റെ റീസൺ എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണമാണോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയൻ റൂൾ ആണോ എന്നുള്ളതാണ് എൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ. അതായത് സ്റ്റിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യ പുവറായിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആണോ എന്നുള്ളതാണ്. ആണോ, ഒരിക്കലും അല്ല അല്ലെ. എന്തൊക്കെ റീസൺസ് ഉണ്ടല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻഇക്വാലിറ്റി അല്ലേ. നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്തുണ്ട്, വളരെ വലിയൊരു ഇൻഇക്വാലിറ്റി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഏകദേശം 80% ഓഫ് എന്താണ് ഇൻകം
കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആരെയാണ് 20% ഓഫ് എന്താണ് പോപ്പുലേഷനെ ആണെങ്കിൽ എന്താണ് 20% ഓഫ് ഇൻകം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആരാണ് 80% ഓഫ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താണ് പോവർട്ടിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ മാത്രമാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബേസിക്കലി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റിൽ ഇന്ത്യ പുവർ ആയിരിക്കാനുള്ള റീസൺ, അതായത് സ്റ്റിൽ ഇന്ത്യ എന്ത് ചെയ്യാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യ പുവർ ആയിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി എന്തൊക്കെയുണ്ട് ഇൻഇക്വാലിറ്റീസ് ഉണ്ട് അല്ലേ, എന്തൊക്കെയുണ്ട് ഇൻഇക്വാലിറ്റീസ് ഉണ്ട് അല്ലേ, എവിടെ എൻ്റെ സർ യെസ് എന്തൊക്കെയുണ്ട് ഇൻഇക്വാലിറ്റി അല്ലേ, ഒരു റീസൺ ആയിട്ട് പറയുന്നതാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട് ലാക്ക് ഓഫ് ആക്സസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ അല്ലേ, അതായത് പല സ്ഥലങ്ങളിലും പല റൂറൽ ഏരിയകളിലും എന്തില്ല അവർക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്തോ എഡ്യൂക്കേഷനോ കിട്ടുന്നില്ല അല്ലേ, പല റൂറൽ ഏരിയകളിലും എന്ത് കിട്ടുന്നില്ല ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷനോ ഹെൽത്ത് കെയറോ അവർക്ക് കിട്ടുന്നില്ല. ഫണ്ടമെൻ്റൽ നീഡ്സ് പോലും അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ആർക്ക് അവൈലബിൾ അല്ല, ഇന്ത്യയിലെ പല സ്ഥലത്തും എന്തില്ല അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബേസിക്കലി നമ്മളൊന്ന് ഡൽഹിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്തില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ ഡൽഹിയൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മെജോറിറ്റി ഓഫ് പേഴ്സൺസ് ആ ഒരു ഭാഗത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ബേസിക്കലി നമ്മൾ ഡൽഹി പോകുന്ന സമയത്ത് ആ ട്രെയിനിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ്റെ ഒരു യഥാർത്ഥ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ട്രെയിനിൻ്റെ ആ ഒരു റെയിൽവേ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവിടെ താമസിച്ച് വരുന്ന ആളുകളുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സ്റ്റിൽ ഇന്ത്യ എന്താണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു സറൗണ്ടിങ്സിൽ കാണുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി എന്താണ് കുറവാണെന്ന് നമുക്ക് പറയാം. പക്ഷെ നോർത്ത് സ്റ്റേറ്റിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്താണ് കാണാൻ പറ്റുന്നത് അത്രയും പുവർ ആയിട്ടുള്ളൊരു ഇന്ത്യയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ ലാക്ക് ഓഫ് ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും എന്തില്ല ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല സ്റ്റിൽ ഇപ്പോഴും എന്തില്ല അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് സ്ട്രക്ചറൽ ചലഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ. സ്ട്രക്ചറൽ ആയിട്ടുള്ള ചലഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഏതൊരു ഇക്കണോമിക് പോളിസി ആണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു സ്കീം ഇന്ത്യ നടപ്പിലാക്കുകയാണെങ്കിലും അത് എന്ത് ചെയ്യണം വളരെ എഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പോവേർട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും ചുരുക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പോളിസി എന്ത് ചെയ്യുക പോളിസി ആപ്ലിക്കേഷനിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇതൊക്കെ ആക്ച്വലി എന്തിലേക്ക് നയിക്കുന്നുണ്ട് ഇന്ത്യ പുവറായിട്ട് മാറുന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട് നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് പോവർട്ടി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മാറാനുള്ള ബേസിക് റീസൺ ആയിട്ട് എന്ന് പറയുന്നത് എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൻ റൂളാണ്. ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് ആണെങ്കിൽ ആ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് പോവേർട്ടിയാണ്. എന്നാൽ പോവേർട്ടിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൻ റൂൾ ആവണമെന്നില്ല. സ്റ്റിൽ ആണ് ഞാൻ പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷവും ഇന്ത്യ എന്തുകൊണ്ട് പുവറാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലാക്ക് ഓഫ് എന്താണ് ആക്സസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ആണ്. ഫണ്ടമെൻ്റൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പോലും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റീസ് അല്ലേ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എന്തുണ്ട് ഇൻഇക്വാലിറ്റീസ് ഉണ്ട് അല്ലേ. ഏകദേശം എന്ത് വരുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് 80% ഓഫ് ഇൻകം ആരുടെ കയ്യിലാണ് വരുന്നത് ഇന്ത്യയിലെ ഏകദേശം 20% ഓഫ് ആളുകളുടെ കയ്യിലാണ് എന്ത് വരുന്നത് 80% ഓഫ് ഇൻകം വരുന്നത്. അതുപോലെ തന്നെ എന്താണ് 20% ഓഫ് ഇൻകം വരുന്നത് ആരുടെ കയ്യിലാണ് ഏകദേശം 80% ഓഫ് പീപ്പിളിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം എസേഷനും റീസണും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബട്ട് എന്തല്ല റീസൺ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എന്താണ് എ അല്ല എന്ന് പറയാം. എൻ്റെ എന്താണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്താണ് റീസൺ അല്ല നമുക്ക് എന്ന് പറയാം അല്ലേ. സോ ബി ആണ് ഇതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് ദി എ ആൻഡ് ആർ ദ കറക്റ്റ് ബട്ട് ദ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എന്താണ് എ അല്ലേ. അതായത് പോവർട്ടിൻ്റെ ബേസിക് റീസൺ സ്റ്റിൽ ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റിന് ശേഷവും പുവറായിട്ടിരിക്കാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ ദെൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ 10th ക്വസ്റ്റ്യൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ 10th ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ് എക്സ്പ്ലെയിൻ ദ കൺസ്യൂമർ ബിഹേവിയർ പ്രൊഡ്യൂസർ ബിഹേവിയർ ഇൻഫ്ലേഷൻ ആൻഡ് ദ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് it is related to the consumer behavior. It is related to the consumer behavior. എന്താണ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മളിവിടെ പഠിക്കുന്നത് കൺസംഷൻ തിയറീസ് ആണ് അല്ലേ. കൺസംഷൻ തിയറീസ് ആണ്. ഈ കൺസംഷൻ തിയറീസിൽ നമുക്ക് ബേസിക്കലി എത്ര തിയറി പഠിക്കാണ്ട് നമുക്കൊരു 4 തിയറി പഠിക്കാണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് എന്താണ് കെയ്ൻസിൻ്റെ എന്താണ് അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ് അബ്സല്യൂട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്
അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആക്ച്വലി ആഡം സ്മിത്തിനല്ലേ. ഇവിടെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസ് ആണ്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ എന്ത് വരുന്നുണ്ട്, പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട് അല്ലേ. പിന്നെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ജെയിംസ് ഡ്യൂസംബറിൻ്റെ എന്ത് വരുന്നുണ്ട്, ജെയിംസ് ഡ്യൂസംബറിൻ്റെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റോ എൻ മോദി ഗിലിയാനിൻ്റെ എന്ത് വരുന്നുണ്ട്, ആൻറ്റോ എൻ മോദി ഗിലിയാനിൻ്റെ എന്ത് വരുന്നുണ്ട്, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ബേസിക്കലി എന്തിനാണ് കൺസംഷൻ തിയറീസ് ആയിട്ട് നമ്മൾ ഇത്രയും തിയറീസിന് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തിയറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കൺസംഷനും ഇൻകം തമ്മിൽ റിലേറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. കൺസംഷനും അതുപോലെ തന്നെ ഇൻകം തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലേറ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്, ഇൻകം ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. എന്നാൽ ഏത് ഇൻകം, അതൊരു ക്വസ്റ്റ്യനബിൾ ഫാക്ടറാണ്. അത് നമ്മുടെ കറണ്ട് ഇൻകത്തെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെർമനൻറ്റ് ഇൻകത്തെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ എത്രത്തോളം ഇൻകം അച്ചീവ് ചെയ്യുന്നുണ്ട് അതിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ഇൻകത്തെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിബേറ്റബിൾ ഫാക്ടർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിഫറെൻറ്റ് എക്കണോമിസ്റ്റുകൾക്ക് എന്താണ്, ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ടിന് എന്താണ്, ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആണുള്ളത്. അതിൽ നിന്നാണ് ആക്ച്വലി എന്ത് വരുന്നത്, നമ്മുടെ കൺസംഷൻ തിയറീസ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ് കെയ്ൻസിൻ്റെ അല്ലേ. അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തിസിൽ എന്താ പറയുന്നത്, നമ്മുടെ കറണ്ട് കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കറണ്ട് ഇൻകത്തെയാണ് അല്ലേ. കറണ്ട് കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കറണ്ട് ഇൻകത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. സോ അതിൽ പറയുന്ന ഒരു കാരണം എന്താ വെച്ചാൽ, ഇൻകം കൂടുന്ന സമയത്ത് ആക്ച്വലി എന്ത് കൂടും, കൺസംഷൻ കൂടും അല്ലേ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്, ഇൻകം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൻ്റെ സെയിം പ്രൊപ്പോർഷനേറ്റിലല്ല എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, ഇൻകം ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സേവിങ്ങും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എം പി സിൻ്റെയും അതുപോലെ തന്നെ എം പി എസിൻ്റെയും എ പി സിൻ്റെയും അതുപോലെ തന്നെ എ പി എസിൻ്റെയും വാല്യൂ എന്തായിരിക്കും, 0ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെയും ഇടയിലായിരിക്കും. അതായത് എം പി സിയും അതുപോലെ തന്നെ എം പി എസും എടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ എ പി സിയും അതുപോലെ തന്നെ എ പി എസ് എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0ൻ്റെയും അതുപോലെ തന്നെ 1ൻ്റെയും ഇടയിലായിരിക്കും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ കെയ്ൻസ് പറയുന്നത്. കെയ്ൻസ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ. പിന്നെ അദ്ദേഹം എന്തുകൂടെ പറഞ്ഞേക്കുന്നുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഫാക്ടറായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്, ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, നമ്മുടെ എ പി സി കുറയും. ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും, നമ്മുടെ എ പി സി കുറയും. ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എ പി സി കുറയും. പിന്നെന്താ സംഭവിക്കുന്നത്, എം പി സിയും അതുപോലെ തന്നെ എ പി സിയും എടുക്കുന്ന സമയത്ത് ഏതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ടാവുക, എം പി സിയും എ പി സിയും എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഏതായിരിക്കും, എ പി സി ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എ പി എസ് കുറയുന്നുണ്ട്. എന്നാൽ എം പി എസ് എന്ത് ചെയ്യാണ്, ഇൻകം ചേഞ്ച് ആവുന്നതിനനുസരിച്ച് സെയിം ആണെങ്കിൽ എം പി സി എന്ത് ചെയ്യാണ് സെയിം ആണെങ്കിൽ 0.5 എന്നാണ്. ഓരോ തവണ ഇൻകം കൂടുന്ന സമയത്തും എം പി സി എന്ത് ചെയ്യാണ് 0.5 ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കൺസംഷൻ ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുക, ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതേ സമയത്ത് എന്ത് ചെയ്യുകയാണ്, ഇൻകം കൂടുന്നതിനനുസരിച്ച് എം പി സിയിൽ ഡിഫറൻസ് വരാണെങ്കിൽ എന്തായിരിക്കും, ആ ഒരു കൺസംഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാം, നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് അദ്ദേഹം അതിൽ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാണ്, മിൽട്ടൺ ഫ്രീഡ്മാനിൻ്റെ പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ പെർമനൻറ്റ് ഇൻകത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ കറണ്ട് കൺസംഷൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവുക. അതായത് പെർമനൻ്റ് ആയിട്ട് അടുത്ത മാസം എനിക്ക് മന്ത്ലി സാലറി എത്ര കിട്ടുന്നുണ്ട് എന്നത് നോക്കിയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക അല്ലേ. അദ്ദേഹത്തിൻ്റെ ട്രാൻസിറ്ററി ഇൻകവും അതുപോലെ തന്നെ പെർമനൻറ്റ് ഇൻകത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്നുണ്ട്. ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത് നമുക്കൊരു വിൻഫോൾ ഗെയിൻ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് പെട്ടെന്ന് ലോട്ടറി അടിക്കുക, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പൈസ പോവുക, ഇതിനാണ് നമ്മൾ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്ററി ഇൻകവും അതുപോലെ തന്നെ പെർമനൻറ്റ് ഇൻകം എന്തിനെ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ കറണ്ട് കൺസംഷൻ എഫക്റ്റ് ചെയ്യാൻ. എന്നാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും, നമ്മുടെ പെർമനൻറ്റ് ഇൻകം ആയിരിക്കും. ദെൻ നമ്മുടെ ജെയിംസ് ഡ്യൂസംബറിൻ്റെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് എന്താണ് പറയുന്നത്, ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും അതുപോലെ തന്നെ റാച്ചറ്റ് എഫക്റ്റും ആണല്ലേ. ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും അതുപോലെ തന്നെ റാച്ചറ്റ് എഫക്റ്റും. അദ്ദേഹം ഇതിൽ എന്താ പറയുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് എത്ര എക്സാക്ട്ലി ഇൻകം ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് നമ്മൾ കമ്പയർ ചെയ്യാണ് ബാക്കിയുള്ളവർ എന്ത് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ലേ. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് ആണ്. അതായത് നമ്മളത് നോക്കിയിട്ടല്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, ബാക്കിയുള്ളവർ നമ്മുടെ നെയ്ബേഴ്സ് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ്. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അയാൾ വാങ്ങുന്നത്. ബട്ട് അത് കാണുന്ന സമയത്ത് എനിക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളൊരു
ത്വര വരും. ദാറ്റ് മീൻസ് എനിക്കത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ത്വര വരില്ലേ. അപ്പോൾ അവിടെ എനിക്ക് ഇൻകം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ആ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ കറണ്ട് കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റിലേറ്റീവ് ഇൻകം, വേറൊരാളുടെ ഇൻകത്തെയാണ് ആക്ച്വലി എന്ത് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെന്താണ്, നമ്മൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോതെസിസിൽ ആൻഡോ ആൻഡ് മോദി ഗിലിയാനിൻ്റെ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു ലൈഫ് ടൈം അല്ലേ, നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു ലൈഫ് ടൈം ഉണ്ടായിരിക്കും. അവിടെ ഏർലി സ്റ്റേജിൽ എന്തായിരിക്കും, നമ്മളെന്തായിരിക്കും ചെറിയ കുട്ടികളായിരിക്കും. പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, നമുക്ക് ഇൻകമോ അതുപോലെ തന്നെ സേവിങ്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ മിഡിൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജോലിക്ക് പോകുന്നവരാണ്. അവിടെ നമുക്ക് ഇൻകം ഉണ്ടായിരിക്കും, സേവിങ് ഉണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യാണ്, നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം എന്തായിരിക്കും, നമുക്ക് എന്തായിരിക്കും, നമ്മൾ വയസ്സാവും, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പണിക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, പണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ആ ഒരു കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഏണിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, നമ്മുടെ കൺസംഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി ആര് പറയുന്നത്, ആൻഡോ ആൻഡ് മോദി ഗിലിയാനി പറയുന്നത്. അപ്പോൾ ഇത്രയും തിയറീസാണ് നമുക്ക് കൺസംഷൻ തിയറീസിൽ പഠിക്കാനുള്ളത്. ഓഫ് കോഴ്സ് നമുക്കറിയാം അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് കൺസംഷൻ തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഏസ് കറക്റ്റ് ആൻസർ. ദെൻ ISLM അനാലിസിസ്. നമ്മൾ എഗെയിൻ എന്ത് ചെയ്യാണ്, ISLM അനാലിസിസിലേക്ക് വരാം അല്ലേ, മാക്രോ എക്കണോമിക്സിലേക്ക് വരാണ്. സോ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം എല്ലാ മേഖലകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു മേഖല കൂടുതലായിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശം എല്ലാ മേഖലയിൽ നിന്നും ഈക്വലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ് ISLM അനാലിസിസ് എന്ന് പറയുന്നത്? ISLM അനാലിസിസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇക്സ് ആൻഡ് ഹാൻസൺ ആണ് എന്ത് ചെയ്യുന്നത്, ISLM അനാലിസിസ് കൊണ്ടുവരുന്നത് അല്ലേ. അവരെന്താ പറയുന്നത്, സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാണ്, നമ്മൾ ഈക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകത്തിനെയും ഈക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ എന്ത് പറയാം, ISLM അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റും അതുപോലെ തന്നെ മണി മാർക്കറ്റും, പ്രൊഡക്റ്റ് മാർക്കറ്റും അതുപോലെ തന്നെ മണി മാർക്കറ്റിലും എന്ത് ചെയ്യാണ്, സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാണ്, പരസ്പരം ഇൻ്ററാക്ട് ചെയ്തുകൊണ്ട് ഈക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകത്തിനെയും അതുപോലെ തന്നെ ഈക്വിലിബ്രിയം ലെവൽ ഓഫ് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും ഡിറ്റർമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ISLM അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താണ്, IS കർവിനെയാണ് അല്ലേ, വിച്ച് ഈസ് നെഗറ്റീവ് സ്ലോപ്പാണ് കേട്ടോ. അതെന്തായിരിക്കും, നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. എന്തായിരിക്കും, IS എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. എന്താണ്, നാഷണൽ ഇൻകവും അതുപോലെ തന്നെ എന്താണ്, നാഷണൽ ഇൻകവും IS കർവ് എന്ന് പറയുന്നതായിരിക്കും നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നാഷണൽ ഇൻകവും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിൽ എന്തായിരിക്കും, ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ് IS കർവ് പറയുന്നത്. ഇതാണ് നമ്മുടെ IS കർവ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുകയും ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുകയും ചെയ്യും. എന്നാൽ LM കർവ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. കാരണം എന്താണ്, നാഷണൽ ഇൻകവും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒന്ന് കൂടുമ്പോൾ അതിന് കൂടെ തന്നെ എന്ത് ചെയ്യും, മറ്റേത് കൂടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ IS കർവ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് മാർക്കറ്റിനെയും LM കർവ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, നമ്മുടെ മണി മാർക്കറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു IS കർവിൽ ഷിഫ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഓട്ടോണമസ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ MPC MPSC ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ IS കർവുകൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതല്ലാതെ മണി സപ്ലൈയിലും അതുപോലെ തന്നെ ഡിമാൻഡ് ഫോർ മണിയിലും മാറ്റം വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, LM കർവ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ISLM അനാലിസിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് മാർക്കറ്റിനെ എടുക്കുന്നത്, പ്രൊഡക്റ്റ് മാർക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന IS കർവും അതുപോലെ തന്നെ മണി മാർക്കറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്ത് ചെയ്യാണ്, LM കർവാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് A and B ആണ്. സോ C ഇസ് എ കറക്റ്റ് ആൻസർ. C ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? യെസ്, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്, വൈറ്റ് റെവല്യൂഷൻ റിഫേഴ്സ് ടു ദ ബൂസ്റ്റ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ്, എന്താണ്, നമുക്ക് കണ്ണടച്ച് പറയാം, എന്താണ്, മിൽക്കാണല്ലേ. നമുക്കറിയാം നമ്മളൊരു 1966 അല്ലെങ്കിൽ 1968 കാലഘട്ടത്തിൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ എന്താണ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണല്ലേ. എന്തിൻ്റെ മുകളിൽ, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ മുകളിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു മോഡേൺ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണല്ലേ. കാരണം അത്രയധികം ഫെമൈനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ബൂസ്റ്റ് ചെയ്യണം. ഇന്ത്യ എന്തുകൊണ്ട് അഗ്രികൾച്ചർ മേഖലകളിൽ ബൂസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ഗ്രീൻ റെവല്യൂഷനിലൂടെയാണ് അല്ലേ. ഗ്രീൻ റെവല്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത് വീറ്റിലാണ്, ഗോതമ്പ് ഉണ്ടാക്കുന്നതിൽ. അതുകൊണ്ട് പലപ്പോഴും ഗ്രീൻ റെവല്യൂഷൻ എന്ത് വിളിക്കാം, നമ്മൾ വീറ്റ് റെവല്യൂഷൻ എന്ന് വിളിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഇന്ത്യൻ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ആരാണ്, MS സ്വാമിനാഥനാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം
66 ആൻഡ് 68 ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ടുള്ള സീഡ്സ്, അതുപോലെ തന്നെ കൂടുതൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പല മെഷീൻസും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ്സ് നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് IMF? IMFിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ബേസിക്കലി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ടു പ്രൊമോട്ട് ദി ഇന്റർനാഷണൽ മോണിറ്ററി കോർപ്പറേഷൻ, നമുക്ക് വലിയ ഡൗട്ടൊന്നുമില്ല, എന്താണ് എ കറക്റ്റ് ആണ് അല്ലേ. പിന്നെന്താണ്, ടു എൻഷുർ ദ ബാലൻസ്ഡ് ഇന്റർനാഷണൽ ട്രേഡ്, കറക്റ്റാണ്. ദെൻ ടു എൻഷുർ ദ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, അതും കറക്റ്റാണ്. ടു പ്രൊവൈഡ് ദ ലോൺസ് ടു ദി പ്രൈവറ്റ് സെക്ടർ, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം IMF എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി എന്താണ്, ഇപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ എല്ലാ മോണിറ്ററി കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആരാണ്, സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI ആണല്ലേ. ഇതുപോലെ തന്നെ നമ്മൾ വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ എടുക്കുന്ന സമയത്ത് എല്ലാ രാജ്യങ്ങളുടെയും എന്താണ് ഒരു മോണിറ്ററി സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു എന്താ പറയുക ഒരു വേൾഡിൻ്റെ ഒരു സെൻട്രൽ ബാങ്ക് എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ നമുക്ക് കാണാവുന്ന ഒരാളാണ് IMF എന്ന് പറയുന്നത്. സോ IMF വന്നിട്ടുള്ളത് ഏത് ഇയറാണ്, IMF വന്നിട്ടുള്ളത് ഏത് ഇയറാണ് IMF വന്നിട്ടുള്ളത് 1944 എന്ത് ചെയ്യുന്നത്, നമ്മുടെ IMF വരുന്നത് കേട്ടോ. അപ്പോൾ IMFനെ സംബന്ധിച്ചോളം IMF ഡയറക്റ്റ് ഡീൽ ഉണ്ടാവുക ആരുമായിട്ടായിരിക്കും, ഓരോ കൺട്രിയിലെയും ഗവൺമെൻറ്റുമായിട്ടായിരിക്കും, ഒരിക്കലും പ്രൈവറ്റ് സെക്ടറുമായിട്ടല്ല. എന്താണ്, പ്രൈമർലി IMF ഡീൽ ചെയ്യുന്നുണ്ടാവുക ഓരോ കൺട്രിയിലെ ഗവൺമെൻറ്റുമായിട്ടായിരിക്കും, ഒരിക്കലും പ്രൈവറ്റ് സെക്ടറുമായിട്ട് ആയിരിക്കില്ല എന്തുണ്ടാവുക IMFന് ഡീലിംഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ടു പ്രൊവൈഡ് ദ ലോൺസ് ടു ദ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യില്ല, ഒരിക്കലും IMF എന്ത് ചെയ്യില്ല, പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യില്ല, ലോൺ പ്രൊവൈഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റുമായിട്ടായിരിക്കും എന്തുണ്ടാവുക, IMFന് എന്തുണ്ടാവുക, ഓരോ രാജ്യത്തിലെ ഗവൺമെൻറ്റുമായിട്ടായിരിക്കും എന്തുണ്ടാവുക, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഡീൽ ഉണ്ടായിരിക്കുക. സോ ഡി എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അത് നോട്ടാണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, പോയിൻ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, so given below are two statements, one is labeled as assertion A and the other is labeled as reason. നമ്മൾ again എന്ത് ചെയ്യാണ്, റീസൺ ആൻഡ് അസേഷൻ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. അസേഷനും റീസണും എന്ത് ചെയ്യണം, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, റീസൺ എന്ത് ചെയ്യുന്നുണ്ട്, അസേഷൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി ചെക്ക് ചെയ്യണം. എന്താണ് അസേഷൻ ആയിട്ട് പറയുന്നത്, ദ മെയിൻ കോസ് ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക് ഫെയിലർ, കൊമേഴ്ഷ്യൽ ബാങ്ക് ഫെയിലർ വരാനുള്ള മെയിൻ കോസായിട്ട്, മെയിൻ കാരണമായിട്ട്, എൻ്റെ കേഴ്സർ എവിടെ, യെസ്, മെയിൻ കോസ് ആയിട്ട് പറയുന്നത്, മെയിൻ ഫെയിലർ ആവാനുള്ള മെയിൻ കാരണമായിട്ട് പറയുന്നത് ദ പ്രൊവൈഡിങ് ദ ഇൻഅപ്രോപ്രിയേറ്റ് ലോൺ ടു ദ ബാങ്ക് ഇൻസൈഡേഴ്സ്. ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, കണക്റ്റഡ് ലെൻഡിങ് എന്നുള്ളതാണ്. അതായത് ഇൻസൈഡേഴ്സ് ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ വെച്ചാൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആവാം, അതുപോലെ തന്നെ അതിൻ്റെ ഓണർഷിപ്പ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. ഇവരാണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുന്നത്, ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബാങ്കിൽ വിത്തിൻ ബാങ്കിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയാം, ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്റ്റഡ് ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ബാങ്ക്സ് എന്ത് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിന് കാരണമാകുന്നു, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫെയിൽ ആവുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് അസോസിയേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. റീസൺ ആയിട്ട് എന്താണ് പറയുന്നത്, ദ ബാങ്ക് എംപ്ലോയീസ് ആർ പ്രൊവൈഡ് ദ ലോൺ അറ്റ് ദ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. എന്തുകൊണ്ട് ബാങ്ക് ഇൻസൈഡേഴ്സിന് കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫെയിലിയറിലേക്ക് നയിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് റീസൺ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ബാങ്ക് ഇൻസൈഡേഴ്സിന് കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്താൽ മതി, കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്താൽ മതി, പബ്ലിക് കൊടുക്കുന്ന എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആര് കൊടുത്താൽ മതി, ബാങ്ക് ഇൻസൈഡേഴ്സ് കൊടുത്താൽ മതി എന്നുള്ളതാണ് റീസൺ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ റീസൺ ആണോ ആക്ച്വലി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫെയിലിയറിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ ഓഫ് കോഴ്സ് നമുക്കറിയാം എന്താണ് അസേഷനും അതുപോലെ തന്നെ റീസണും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അസേഷനും അതുപോലെ തന്നെ റീസണും എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കറിയാം. എന്താണ് ബാങ്ക് ഫെയിലിയറിന് കാരണമാകുന്ന ഒരു വൺ ഓഫ് ദി റീസൺസിൽ ഒന്നാണ് എന്ത് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യാണ്, ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക്, ബാങ്ക് ഇൻസൈഡേഴ്സിന് അല്ലെങ്കിൽ കണക്റ്റഡ് ലെൻഡേഴ്സിന് എന്ത് ചെയ്യാം, നമ്മൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. എന്നാൽ അവിടെ ആ ഒരു ബാങ്ക് ഇൻസൈഡേഴ്സിന് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫെയിലിയറിലേക്ക് പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോവർ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്നുള്ളതാണ് റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ട് ബാങ്ക് എംപ്ലോയീസ് ആർ പ്രൊവൈഡ് ലോൺസ് അറ്റ് ദ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത്
കമ്പാരിറ്റീവ്ലി പബ്ലിക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ത് ചെയ്താൽ മതി, ലോവർ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫെയിലിയറിന് റീസൺ ആവുന്നത് ബാങ്ക് ഇൻസൈഡേഴ്സിന് നമ്മൾ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ആ ഒരു ലോൺ കൊടുക്കുന്നത് കൊണ്ടാണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അതറിയാം, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഡിയും ഓപ്ഷൻ വരില്ല, സിയും ഓപ്ഷൻ വരില്ല. സോ എ ആൻഡ് ബിയിലെ ഏതോന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഫെയിലർ ആവുന്നതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഒരിക്കലും ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ വരുന്നത് കൊണ്ടല്ല, മറിച്ച് എന്തായിരിക്കാം, NPA വർക്കിംഗ് ആവുന്നത് കൊണ്ടാണ്. NPA എന്ന് പറയുന്നത് എന്താണ്? ബാഡ് ലോൺസ് ആണ്. അല്ലെങ്കിൽ എന്താണ് NPA എന്ന് പറയുന്നത്? എന്താണ്? ബാഡ് ലോൺസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. എന്താണ്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. അതെന്തുകൊണ്ടാണ്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്, ലോൺ എന്ത് ചെയ്യാണ് എടുത്തിട്ട് അത് എന്ത് ചെയ്യാതെ അടച്ച് വീട്ടാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുക, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുക. ഏകദേശം നിയർലി 90 ഡേയ്സ്, അതായത് നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, ലോൺ എടുക്കുകയാണ്. ഒരു 90 ഡേയ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യാണ്, അതിന് മുകളിൽ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ ഒരു തരത്തിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ടോ നമ്മൾ അടയ്ക്കുന്നില്ലെങ്കിൽ ആ ഒരു ലോണിനെ നമ്മൾ എന്ത് കാറ്റഗറിയിലേക്ക് അറിയപ്പെടും? നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് ബാഡ് ലോൺസ്. ഒരു തരത്തിലുള്ള എന്താണ് പേയ്മെൻറ്റും ആ ഒരു ലോൺസിന് മുകളിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അതിനെ ആ ഒരു ലോൺസിനെ നമ്മൾ വിളിക്കുന്നതാണ് NPA നോൺ പെർഫോമിംഗ് അസറ്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ബാഡ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുന്നതും ബാഡ് ലോൺസ് കൂടുന്നതും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ എന്താണ്, ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. അല്ലേ, ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. എന്തൊക്കെയുണ്ട്? നോൺ പെർഫോമിംഗ് അസറ്റ്, അതായത് ബാഡ് ലോൺസ് കൂടുന്നതും അതുപോലെ തന്നെ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. അല്ലേ, അതായത് ഇങ്ങനെ ലോൺ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്കിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും അതുപോലെ തന്നെ ലെൻഡിങ് ലോൺസ്. അല്ലേ, ഈ ലോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു പൈസ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ്. അല്ലേ, അപ്പോൾ ഈ ഡെപ്പോസിറ്റേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ പൈസ ആവശ്യപ്പെടുന്ന സമയത്ത് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഈ എമൗണ്ടുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ലോണായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ആ ലോൺ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് കിട്ടുന്നുണ്ടോ, തിരിച്ചടക്കപ്പെടുന്നുണ്ടോ? അവിടെ നോൺ പെർഫോമിംഗ് അസറ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഡെപ്പോസിറ്റർ വന്നിട്ട് പൈസ ആവശ്യപ്പെടുന്ന സമയത്ത് ആ പൈസ കൊടുക്കാൻ ആരുടെ കയ്യിൽ പൈസ ഇല്ല, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലില്ല. ദാറ്റ് മീൻസ് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വർക്കിംഗ് ആകുന്നത്. അതായത് ഡെപ്പോസിറ്റേഴ്സ് എന്ത് ചെയ്യാണ്, ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനുള്ള ലിക്വിഡായിട്ടുള്ള ആ ഒരു പൈസ എന്തില്ല, അവരുടെ കയ്യിലില്ല. ദാറ്റ് മീൻസ് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ആണല്ലേ. പിന്നെന്താണ് പറയുന്നത്, പുവർ റിസ്ക് മാനേജ്മെൻറ്റ്. പുവർ റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ്? പുവർ റിസ്ക് മാനേജ്മെൻറ്റ്. പുവർ റിസ്ക് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന എന്താണ്, റെഗുലേറ്ററി ഫെയിലർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ബാഡ് ലോൺസ് കൂടുന്നു? അതിൻ്റെ എന്ത് ചെയ്യാണ്, അതിൻ്റെ മാനേജ്മെൻറ്റും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ എന്ത് ചെയ്യാണ്, വളരെ എന്ത് ചെയ്യാണ്, സിസ്റ്റമാറ്റിക് അല്ലാണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആക്ച്വലി എന്ത് കൂടുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുന്നതല്ലേ. കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അയാളുടെ എല്ലാ കണ്ടീഷൻസും നോക്കിയിട്ട് എല്ലാ മേഖലയും ഓക്കെയാണ്, അയാൾ എന്തായാലും ലോൺ തിരിച്ചടിക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ്, അയാളുടെ ക്രെഡിറ്റ് വോത്തിനെസ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു മാനേജ്മെൻറ്റ് ഫെയിലർ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫെയിലേഴ്സിലേക്ക് നയിക്കുന്നത് ഒരിക്കലും ഇൻസൈഡേഴ്സിന്, ബാങ്ക് ഇൻസൈഡേഴ്സിന് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ഈ ബാങ്ക് ഇൻസൈഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ പലപ്പോഴും തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വീടാത്ത സിറ്റുവേഷൻ വരില്ല, NPA കൂടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തരത്തിലുള്ള എന്താണ് ഇൻട്രസ്റ്റ് റേറ്റും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവില്ല. ദാറ്റ് മീൻസ് ഈ ഒരു ലോണിനെ നമ്മൾ എന്ത് പറയാം, NPA എന്ന് പറയുന്നത്. അതായത് 90 ഡേയ്സ് ആയിട്ടും എന്ത് ചെയ്യാണ്, ഒരു ലോൺ എടുത്തിട്ട് അതിന് മുകളിൽ ഒരു തരത്തിലുള്ള പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ അടയ്ക്കാത്ത ലോണിനെയാണ് നമ്മൾ എന്ത് പറയാം, NPA അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ ബാഡ് ലോൺസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ, ലാക്ക് ഓഫ് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ എന്താണ്, പുവർ റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ്, റെഗുലേറ്ററി ഫെയിലർ. ഇതൊക്കെയാണ് ബേസിക്കലി എന്തിലേക്ക് നയിക്കുന്നത്, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഫെയിലർ ആവുന്നതിലേക്ക് നയിക്കുന്നത്. അല്ലാതെ ഒരിക്കലും എന്താണ്, ബാങ്ക് ഇൻസൈഡേഴ്സിന് എന്ത് ചെയ്യാണ്, ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തതുകൊണ്ട് മാത്രമല്ല ഇതിന് കൂടെ എന്തുണ്ട്, മേജർ റീസൺസ് ആയിട്ട് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ ഒരു മൈനർ റീസൺസ് അല്ലെങ്കിൽ അത് റീസണായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല, എന്നാൽ മേജർ റീസൺസ് എന്തുണ്ട്, അതേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്താണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അസേഷൻ്റെ, അത് ഒരിക്കലല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബോത്ത് A and R ദ കറക്റ്റ്, ബട്ട് ദ R ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് A എന്ന് പറയാം. സോ B ഈസ് എ കറക്റ്റ് ആൻസർ. സോ ദ B ഈസ് ദ കറക്റ്റ് ആൻസർ. B ആണ് എന്ത് പറയുന്നത്, നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. So 7th question, a graph reflecting the relationship between the country per capita income and the inequality income distribution. So നമുക്കറിയാം ഇന്നിക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കേർവ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോറൻസ് കേർവാണ്, ഒന്ന് കുസ്നെറ്റ്സ് കേർവാണ്. അപ്പോൾ ഇതിലുള്ള ഏതോ ഒരു കേർവാണ് എന്തിനെ
നമ്മൾ എന്ത് ചെയ്യുന്നത് ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് കൺട്രീൻ്റെ പെർ ക്യാപിറ്റ ഇൻകം അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റി ഓഫ് ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നത് ഒന്നിക്കൽ ലോറൻസ് കർവ് ആയിരിക്കാം അല്ലെങ്കിൽ ഗുസ്നസ് കർവ് ആയിരിക്കാം. ലോറൻസ് എന്താണ് മാക്സ് ഓർ ലോറൻസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ലോറൻസ് കർവ് എന്ത് ചെയ്തിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നതാണ് ഇൻഇക്വാലിറ്റിയിലെ ഇൻഇക്വാലിറ്റിയും ഇൻകം ഡിസ്ട്രിബ്യൂഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇൻഇക്വാലിറ്റി ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷനും പെർ ക്യാപിറ്റ ഇൻകം ഇത് തമ്മിലുള്ള ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള എക്സാക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്ന ആരാണ് ഗുസ്നറ്റ് കർവ് അല്ലേ. സൈമൺ ഗുസ്നസ് ആണ് എന്ത് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നത് എക്സാക്ട്ലി പറഞ്ഞു വെക്കുന്നത് അല്ലേ. ഫിലിപ്സ് കർവ് നമുക്കറിയാം AW ഫിലിപ്സ് ആണ് എന്ത് ചെയ്യുന്നത് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആയിരിക്കും. ലോങ് റണ്ണിൽ എന്തായിരിക്കില്ല ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാനും ഫെലപ്സും പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തായിരിക്കും അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻഫ്ലേഷൻ റേറ്റിനെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയും ആക്ച്വലി എന്ത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഫിലിപ്സ് കർവ് എന്ത് ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ലോങ് റൺ ഫിലിപ്സ് കർവ്. എന്നാൽ ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും റാഷണൽ എക്സ്പെക്ടേഷൻ ബേസിലേക്കും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ദർ ഇസ് എ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. സോ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ല ദർ ഇസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ദി ഇൻഫ്ലേഷൻ റേറ്റ്. ആദ്യം അതായത് ഇനീഷ്യലി അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്ന വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു AW ഫിലിപ്സ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു ആ വേജ് റേറ്റും അൺഎംപ്ലോയ്മെൻറ്റ് എന്നതിന് പകരം ഇൻഫ്ലേഷനും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് റിലേഷൻ കണ്ടുപിടിച്ചു. ആൻഡ് ദ ലാഫർ കർവ് എന്താ പറയുന്നത് ദർ ഇസ് എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആരൊക്കെയാണ് ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. ടാക്സ് റേറ്റും അതുപോലെ തന്നെ ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത് ടാക്സ് റേറ്റും ടാക്സ് റവന്യൂ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് 0% ഓഫ് ടാക്സ് റേറ്റ് ആണ് വരുന്നതെന്ന് വിചാരിക്കാം. സോ പബ്ലിക്കിനെ സംബന്ധിച്ചോളം എന്തായിരിക്കും ഹെവൻ ഫീലിംഗ് ആയിരിക്കും അല്ലേ. ഒരു തരത്തിലുള്ള ടാക്സ് റേറ്റും കൊടുക്കേണ്ട എന്തായിരിക്കും അവരുടെ ഡിസ്പോസിബിൾ ഇൻകം എന്തായിരിക്കും കൂടുതലായിരിക്കും എന്തായിരിക്കും. എന്നാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം എന്തായിരിക്കും ടാക്സ് റവന്യൂ എന്തായിരിക്കും വളരെ ലോവർ ആയിരിക്കും. ഇനി 100% ഓഫ് ടാക്സ് വരാമെന്ന് വിചാരിക്കാം. ഈ ഒരു 100% ഓഫ് ടാക്സ് വരുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും അതും ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും ടാക്സ് റവന്യൂ ലോ ആക്കുന്നതിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. കാരണം എന്താണ് ഈ 100% ഓഫ് ടാക്സ് വരുന്ന സമയത്ത് പീപ്പിളിന് എന്ത് വരാം ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു ടെൻഡൻസി വരാം അല്ലെ. ടാക്സ് ലീക്കേജ് എന്ന് പറയുന്നതിൽ ടാക്സ് എന്ത് ചെയ്യാണ് മനഃപൂർവ്വം എന്ത് ചെയ്യണം ടാക്സ് വയലേഷൻ നോട്ട് ടാക്സ് ലീക്കേജ് ഇറ്റ്സ് എന്താണ് ടാക്സ് വയലേഷൻ എന്ന് പറയുന്നൊരു എന്ത് ചെയ്യാം ഫാക്ടറിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 0% ഓഫ് ടാക്സ് റേറ്റിലും അതുപോലെ തന്നെ 100% ഓഫ് ടാക്സ് റേറ്റിലും എന്തായിരിക്കും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും ലോവർ ആയിരിക്കും. 0%ൽ എന്തായിരിക്കും ഒരു തരത്തിലുള്ള ടാക്സ് ഇല്ല ഒരു തരത്തിലുള്ള റവന്യൂ ഇല്ല. 100% ടാക്സ് റേറ്റിൽ എന്തായിരിക്കും പീപ്പിൾ എന്ത് ചെയ്യില്ല ഒരിക്കലും ടാക്സ് കൊടുക്കാൻ തയ്യാറായിരിക്കില്ല. 100% ടാക്സ് കൊടുക്കാൻ അവർ തയ്യാറായിരിക്കില്ല. അതെന്ത് ചെയ്യും ടാക്സ് വയലേഷനിലേക്ക് നയിക്കില്ല. അപ്പോൾ ഒപ്റ്റിമൽ ടാക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഈ 0ൻ്റെയും 100ൻ്റെയും ഇടയിലുള്ളതായിരിക്കും ഒപ്റ്റിമൽ ടാക്സ് ഉണ്ടാവുക. ആ ഒരു ടാക്സ് റേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാം മാക്സിമം എന്ത് ചെയ്യുന്നുണ്ടാവാം നമ്മുടെ ഗവൺമെൻറ്റിന് റവന്യൂ കൊടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ ലാഫർ കർവ് പറയുന്നത് അല്ലേ. ആർതർ ലാഫർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു തിയറി കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് D ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദ കോൺസെപ്റ്റ് ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈസ് ഒറിജിനേറ്റഡ് ഏതാണ് കാനഡയാണല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വരുന്നത് എന്താണ് ജൂലൈ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വരുന്നത് എപ്പോഴാണ് ജൂലൈ 1, 2017 ആണല്ലേ. 1 നേഷൻ ആൻഡ് 1 ടാക്സ് അതാണ് ഇതിൻ്റെ എന്ത് പറയുന്നത് ഇതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട് നമുക്ക് എന്തുണ്ട് സെൻട്രലൈസ്ഡ് GST ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട് സ്റ്റേറ്റ് വൈസ് GST ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് GST ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 3 കാറ്റഗറിയാണ് GSTൻ്റെ അണ്ടറിൽ വരുന്നത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് A ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സോ ദ ഷെയർ ഓഫ് ദി സർവീസ് സെക്ടർ ഇൻ ദി ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദി ഇന്ത്യ അറ്റ് ദ കറണ്ട് പ്രൈസ് ഡ്യൂറിങ് 2018 ആൻഡ് 19 എത്രയാണ് വരുന്നത്? സോ കറണ്ട് ഒരു ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് C ആണ്. 53 to 55% ആണ്. ഓക്കെ, 53 to 55% ആണ്. ഓക്കെ, സോ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ദി ട്രേഡ് എഫക്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ് നേഷൻസ് തമ്മിൽ എന്ത് ചെയ്യാണ് പരസ്പരം ട്രേഡ് നടക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് ട്രേഡിൻ്റെ എന്തൊക്കെ ഫാക്ടറിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. A എന്ന് പറയുന്നത് എന്താണ് പാറ്റേൺ ഓഫ് ട്രേഡ് അല്ലേ.
എന്താണ് നമ്മുടെ ട്രേഡിൻ്റെ പാറ്റേൺ എന്ത് ചെയ്യും, അത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് ബൗണ്ടറീസ് ബിറ്റ്വീൻ ദ ട്രേഡബിൾ ആൻഡ് ദി നോട്ട് ട്രേഡബിൾ ഗുഡ്സ് അല്ലേ. ട്രേഡബിളിൻ്റെ ഗുഡ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോസ്റ്റ് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ഗ്ലോബൽ സപ്ലൈ ഓഫ് ചെയിൻ അല്ലേ, അതായത് നമ്മൾ എന്താണ് ഒരു ഗുഡ് എന്ത് ചെയ്യണം, ഗ്ലോബലി അവൈലബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ബൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബലി എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അവൈലബിൾ ആക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. ബൗണ്ടറീസ് ഓഫ് ദി നോൺ ട്രേഡബിൾ ഗുഡ്സ്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യാത്തൊരു ഗുഡ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യില്ല, ഒരു തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, എ ബി സി ഇസ് ദ കറക്റ്റ് ആൻസർ, ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ബി ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു 3 കൂടെ എക്സ്ട്രാ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്യും, അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.